Hello human, it's me, Octopus. Welcome to my world. ഹേമ കമ്മിറ്റി, ഹേമ കമ്മീഷൻ എവിടെ തിരിഞ്ഞാലും ഹേമ കമ്മീഷൻ. നിങ്ങളിത് ഈ ഒരു വാർത്ത ഫോട്ടോ ഒന്ന് കണ്ടു നോക്കിയാണ്. മമ്മൂട്ടി ചിത്രം പാലരി മണിക്കത്തിൻ്റെ ഓഡിഷനിടെ സംവിധായകൻ രഞ്ജിത്ത് നടി ശ്രീരേഖ മിത്രയോട് ബംഗാളി നടി അപമര്യാദയായിട്ട് പെരുമാറിയത് നമ്മളെല്ലാം ന്യൂസിലും കണ്ടതാണ്. രഞ്ജിത്ത് അതിനോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഗൂഢാലോചനയാണ്, ഞാൻ അങ്ങനെ പെരുമാറിയിട്ടില്ല, ആനയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നടി ചാനലിൽ വന്നും മറ്റൊരു ചാനലിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കഴുത്തിൽ കയറി പിടിക്കാൻ നോക്കി, കയ്യിൽ വളയിൽ കയറി പിടിക്കാൻ നോക്കി എന്നുള്ള പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരണം. ഇങ്ങനെ കപട മുഖങ്ങളുള്ള പലരുടെയും മുഖം മൂടി വലിച്ചു കീറണം. എങ്കിലേ പലരുടെയും മുകളിലിരിക്കുന്ന സ്റ്റാറുകൾ ഉൾപ്പെടെ ഇളവി താഴെ വീഴുള്ളൂ. അതെ, 100% ഷീലു അബ്രഹാം പറഞ്ഞ ശരിയാണ്. സിനിമയിൽ കയറാൻ വേണ്ടി പലരുടെയും മുന്നിൽ പോയി കിടന്നിട്ട് അത് ഇപ്പോൾ ബലാത്സംഗം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അമ്മ ഒരിക്കലും എതിരല്ലേ, പിന്നെ കുഞ്ഞമ്മയ്ക്കാണ് എതിര്. എന്തോന്നടാ ഇതൊക്കെ. അന്നു ദിലീപിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചതിനാണ് അയാൾക്ക് ഇപ്പോൾ പല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് മുമ്പും പച്ചയ്ക്കെല്ലാം പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ സിനിമയിൽ നിന്ന് അയാളെ ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെയും തിലകൻ്റെയും ഗണേഷ് കുമാറിൻ്റെയൊക്കെ വിഷയമൊക്കെ പല ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടു കാണും. അത് വീണ്ടും എടുത്ത് കിണ്ടി ഞാനും കൂടെ എടുത്തിടാൻ വയ്യാത്തത് കൊണ്ടാണ്, എനിക്ക് മടുത്തിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. ഈ ഹേമ കമ്മിറ്റിയിൽ എല്ലാം പച്ചയ്ക്ക് പറയണം, ആരാണ് ചെയ്തത്, ആർക്കെതിരെയാണ് ചെയ്യുന്നത്. എല്ലാം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. അല്ലാതെ പലരുടെയും പേരിൽ മണ്ടേ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല.